ഇത് മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളത്തു നിന്ന് നേരെ പുത്തമ്പള്ളി റോഡ് പോകും. ആ റോഡിന് പോണ വഴിക്ക് ഒരു അമ്പലമുണ്ട്, പുഴയ്ക്കര അമ്പലം എന്ന് പറയും. നരണിപ്പുഴ കഴിഞ്ഞിട്ട് പുഴയ്ക്കര അമ്പലം എന്ന് പറയും. ആ അമ്പലത്തിൽ നടന്ന ഒരു കർപ്പൂരാതിയാണ് ഈ കാണുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടാൽ അതിന് മനസ്സിലാവും. കാരണം അത്രയും നേരം ഒരു മനുഷ്യൻ കയ്യിൽ ദീപം പിടിച്ച് ചെയ്യുന്ന ഒരു പണി, അത് ഇതിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവും അതെന്താന്നുള്ളത്. ഇപ്പോൾ താലം കൊളുത്താണ്. താലം കൊളുത്താനുള്ള എല്ലാ പഴങ്ങളും ഉണ്ട്. പഴങ്ങളൊക്കെ കുട്ടികളുടെ കയ്യിൽ ദീപം ഇങ്ങനെ താലത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, ചന്ദനത്തിരി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര ഒരു 100-150 താലം ഉണ്ടാവും. ഒക്കെ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഞാനും താലം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഒരു ഭാഗമേ കിട്ടിയിട്ടുള്ളൂ, മറ്റുള്ളത്തേക്ക് എത്തിയിട്ടില്ല. അത് കാരണം ഒരുപാട് ജനങ്ങൾ താലം എടുത്തിട്ടുണ്ട്. ആ താലം എപ്പോൾ നമ്മളെ കയ്യിലെത്തി അപ്പം തുടങ്ങിയതാണ്. ആ ഒരു പാവം സ്വാമി കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ദീപം കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ഉരുളിയാണ്. ഉരുളി നിറച്ച് കർപ്പൂരം ഇട്ടിട്ടാണ് ഇത് കയ്യിൽ ഒഴിയുന്നത്. ഇതിങ്ങനെ ഇതപ്പോൾ വരുന്ന കണ്ട, ഇത് വേറെ ഇട്ട ഇത് 2 പേരിങ്ങനെ തൂക്കായിട്ട് പിടിച്ചിട്ട് കൊണ്ടുവരികയാണ്. അതിൽ കർപ്പൂരം ഉണ്ട്. കർപ്പൂരം തന്നെയാണ് ഈ കത്തുന്നതൊക്കെ. പിന്നെ ഇനിയിപ്പോൾ ഇതിന് ബാക്കിൽ ഒരാൾ വരുന്നുണ്ട് ദീപം കൊണ്ടത് കണ്ട. അത് എവിടുന്നോ ദൂരെ നിന്നാണ് കൊളുത്തിയത്. അത് ഇങ്ങോട്ട് എത്തുന്നവരെ കയ്യിനും ശരീരത്തിനും ഒരു ഇല്ലാണ്ട് അതിനും നല്ല രീതിയിൽ ഭംഗിയിൽ തന്നെ അഭിനയിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടതിന് മനസ്സിലാവും. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതല്ല. ആ ഭഗവാൻ അദ്ദേഹത്തിന് അത്രയും തുണയേകി. കയ്യിലുള്ള ഒരു ഭക്തിയുടെ കാരണം തന്നെയാണ് അത് അങ്ങനെ അത്രയും ഇതിൽ ശക്തിയിൽ ആവശ്യങ്ങൾ മുഴുവനാവുന്നത്. എല്ലാവരും എടുത്തും കൊണ്ട് തന്ന് എല്ലാവർക്കും കർപ്പൂരം നമുക്ക് എല്ലാവർക്കും തന്നു. പക്ഷേ ഞാനൊരു എഫേർട്ടെടുത്ത കാര്യം നോക്കിയാൽ അത്രയും ഇതിൽ അവിടെ നിന്ന് എത്രയും ദൂരം ദീപം കൊളുത്തി അപ്പം തുടങ്ങിയ വരവ ഈ മനുഷ്യൻ ഒരു കുഴപ്പമില്ലാണ്ട് അതിന് കർപ്പൂരമൊക്കെ വീഴുണ്ട്. പക്ഷെ എന്നാലും ആളതിന് അത്ര എഫേർട്ട് എടുത്തിട്ട് അത് ചെയ്തു എന്നുള്ളതാണ്. അവിടെ 3 വലം വെച്ചു എല്ലാം ഭംഗിയാക്കി. ആ ശരീരത്തിലൊക്കെ എത്തുന്നുണ്ട്. ആൾക്ക് ചൂടോ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമായ എന്നെ സബ് ലൈക്ക് മറക്കല്ലേ. ഞാൻ 9 മണിക്ക് ലൈവിലുണ്ടാവും. എല്ലാവരും വരിക, എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് സപ്പോർട്ട് ചെയ്യുക. 9 മണിക്ക് ഞാൻ ഇനി നല്ല നല്ല വീഡിയോയിലായിട്ട് ഞാൻ വരും. നിങ്ങളുടെ മുന്നിലെത്തു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിച്ച് തരും. ഞാൻ ആവുന്നത് മാക്സിമം ഞാൻ നോക്കൂ. എല്ലാ അമ്പലങ്ങളിലും ഒരു വിധം കൊടുത്തിട്ട് ഞാനും പോകുന്നുണ്ട്.